നമസ്കാരം. ആരോഗ്യത്തിന് വ്യായാമം വളരെയധികം അനിവാര്യമായ ഒരു ഘടകമാണ്. നമുക്കെല്ലാവർക്കും അറിയാം വ്യായാമം വളരെയധികം അത്യാവശ്യമാണ്. എന്നിരുന്നാലും എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, എന്താണ് വ്യായാമം, എന്തിനാണ് വ്യായാമം? നമ്മൾ ദിവസേന വീടുകളിൽ പല കാര്യങ്ങളും ചെയ്യുന്നില്ലേ, അതൊരു വ്യായാമമല്ലേ? പിന്നെ എക്സ്ട്രാ വ്യായാമം വേണമോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ പലർക്കുമുണ്ട് അല്ലേ. അപ്പോൾ വ്യായാമം എന്തിനാണ്? നമുക്ക് വ്യായാമം കൊണ്ട് എന്തൊക്കെ നേട്ടങ്ങളുണ്ട്? നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ പലപ്പോഴും കേൾക്കുന്നുണ്ട് അല്ലേ. എപ്പോഴും നമ്മൾ പറയുന്ന ഒരു സംഭവമാണ് ജീവിതശൈലി രോഗങ്ങൾ. എപ്പോഴും നമുക്കിപ്പോൾ ദിനം പ്രതി നമ്മൾ കടന്നു പോകുന്ന ഒരു സബ്ജക്റ്റാണ് ജീവിതശൈലി രോഗം എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്കറിയാം പ്രമേഹമുണ്ട്, അതുപോലെ തന്നെ മെയിൻലി നമ്മൾ പറയുന്ന ഒബിസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണമുണ്ട്, പിന്നെ കുട്ടികളിലും മുതിർന്നവരിലും എല്ലാം ഇപ്പം പറയുന്ന ഡിപ്രഷനുണ്ട്, പിന്നെ നമുക്ക് മറ്റൊരുപാട് ഇഷ്യൂസ് ഉണ്ട് അല്ലേ. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്, അല്ലാണ്ട് തന്നെ വേറെ ഒരുപാട് അസുഖങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ കൂടുന്നു എന്നുള്ളതിന് ഒരു കാരണമെന്ന് പറയുന്നത് നമുക്ക് ഭക്ഷണമാണ്. മറ്റൊരു കാരണമെന്ന് പറയുന്നത് നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് വളരെയധികം കുറവാണ്. നമ്മൾ പണ്ട് കാലത്തുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിനോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് അവർക്ക് ഉണ്ടായിരുന്നു. അതിപ്പോൾ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് ആണെങ്കിൽ കൂടിയും ഇന്ന് നമുക്ക് ഒരുപാട് മെഷീൻസിൻ്റെ സഹായത്തോടുകൂടി നമ്മൾ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. പണ്ട് അങ്ങനെയല്ല, അതിനെല്ലാം മാനുവലി ചെയ്തിരുന്നപ്പോഴത്തേക്കും അതിനൊരുപാട് അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് തന്നെയാണ് അന്ന് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമുക്ക് ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസിന് കൂടുതലായിട്ട് നമുക്കൊരു ഹെൽപ്പുണ്ട്, ഒരു മെഷീൻ്റെ ഹെൽപ്പുണ്ട് അല്ലേ, എവിടെ പോയാലും. അപ്പോൾ അന്ന് ഇടിക്കുകയും അരയ്ക്കുകയും കല്ലേൽ അരയ്ക്കുകയും കുനിഞ്ഞ് കോലമിടുകയും കൈകൊണ്ട് കല്ലേൽ അടിച്ച് നനയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമുക്ക് അത്യാവശ്യം വേണ്ടി വന്നില്ല. എക്സ്ട്രാ ഫിസിക്കൽ ആക്ടിവിറ്റീസിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് തന്നെ നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആയിട്ട് മാറ്റാം. പക്ഷേ ഇന്ന് അതിന് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസിന് പ്രധാനം അല്ലെങ്കിൽ വ്യായാമത്തിൻ്റെ പ്രാധാന്യം നമുക്ക് ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നു, നമ്മുടെ ലോവർ അബ്ഡോമിനൽ ഫാറ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു, നമ്മുടെ പ്രമേഹത്തെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നു. ഇങ്ങനെ പല പ്രശ്നങ്ങൾക്കും നമുക്ക് ഒരു പരിഹാരം എന്നോണം ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആര് ചെയ്യണം എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കുട്ടികൾക്ക് ചെയ്യാമോ, പ്രായമായവർക്ക് ചെയ്യാമോ, സ്ത്രീകൾക്ക് ചെയ്യാമോ, പുരുഷന്മാർക്ക് ചെയ്യാമോ, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫിസിക്കൽ ആക്ടിവിറ്റീസ് എല്ലാ പ്രായക്കാർക്കും ചെയ്യാം. അവരുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ചുള്ള രീതിയിൽ ആക്ടിവിറ്റീസിൻ്റെ തോത് കുറച്ച് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ സ്പീഡ് കുറച്ച് ചെയ്യാം. നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യാം. എന്തൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാം? നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന എന്ത് ഫിസിക്കൽ ആക്ടിവിറ്റീസും ചെയ്യാം. അത് നടക്കാം, നീന്തലാകാം, സൈക്ലിംഗ് ആകാം, ഡാൻസിങ് ആകാം, അല്ലെങ്കിൽ ഇനി മറ്റ് മാർഷൽ ആർട്സ് ആണെങ്കിൽ അത് അങ്ങനെ ആകാം. എന്താണോ നമുക്ക് മെൻ്റലി നമുക്ക് സന്തോഷം തരുന്ന അല്ലെങ്കിൽ മെൻ്റലി നമ്മളെ സാറ്റിസ്ഫൈഡ് ആക്കുന്ന രീതിയിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് ഒരു ബേർഡൻ ആയിട്ട് മാറ്റാണ്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമ്മൾ ഒരു എന്താ പറയുക, നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമ്മുടെ ഒരു മൂഡ് ചേഞ്ച് ചെയ്യാനും നമുക്ക് സഹായിക്കും. അപ്പോൾ നമ്മളൊരു മൂഡ് ചേഞ്ചിങ്ങിന് വേണ്ടി നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി, ചില ആൾക്കാർ മ്യൂസിക് കേൾക്കാറുണ്ട് അല്ലേ മൂഡ് ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമ്മളെ മൂഡ് ചേഞ്ച് ചെയ്യാൻ സഹായിക്കും. കൂടുതലായിട്ട് നമുക്ക് ഓക്സിജൻ സപ്ലൈസ് കിട്ടുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്യാനും ഫിസിക്കൽ ആക്ടിവിറ്റി സഹായിക്കും. അപ്പോൾ അതിനോട് യോജിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് യോജിക്കുന്ന രീതിയിൽ നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാം. ഇനി എത്ര സമയം ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യണം? അറ്റ്ലീസ്റ്റ് 30 minutes പെർ ഡേ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാം. ഇനി ചില ആൾക്കാർ നമ്മൾ കാണാറുണ്ട് വളരെയധികം ഒബീസ് ആവുക, അല്ലെങ്കിൽ നമ്മുടെ വളരെയധികം ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ, നന്നായി ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ നന്നായി ഫുഡ് കഴിക്കുകയും അതിനോടൊപ്പം തന്നെ എക്സ്ട്രാ ആയിട്ട് നമ്മുടെ ശരീരത്തിന് വളരെയധികം വേദനിപ്പിച്ചുകൊണ്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസിലേക്ക് ഏർപ്പെടുന്നവർ, അത് പിന്നെ വാക്കിംഗ് ആകാം, അല്ലെങ്കിൽ റണ്ണിങ് ആവാം, അല്ലെങ്കിൽ പല കാര്യങ്ങളും ഡാൻസിങ് ആവാം, ഈവൻ എന്ത് കാര്യങ്ങളായാലും ദർ ഇസ് എ ലിമിറ്റ്. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്.
ആ പരിധിക്ക് അപ്പുറമായി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ ബോഡി ഫ്രണ്ട്ലി അല്ല. അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആൻഡ് എക്സസൈസ് നമുക്ക് വേണം, പക്ഷേ അതെങ്ങനെ വേണം? നമ്മുടെ ബോഡി ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഹാംഫുൾ ആകാത്ത രീതിയിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് വേണം നമ്മൾ ഏർപ്പെടാനുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് എന്ത് ഫിസിക്കൽ ആക്ടിവിറ്റീസും ചെയ്യാം. സൈക്ലിംഗ് ചെയ്യാം, വാക്കിംഗ് ചെയ്യാം, എല്ലാം ചെയ്യാം. ഇനി പലരും പറയും ഞാൻ ദിവസവും നടക്കാറുണ്ട്, ഞാൻ ദിവസവും ഇത്ര കിലോമീറ്റർ നടക്കുന്നു, പക്ഷേ എൻ്റെ വെയിറ്റ് കുറയുന്നില്ല. നിങ്ങൾ നടക്കുന്നതിൻ്റെ സ്പീഡ്, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ വെയിറ്റ് ലോസ്. അതായത് നിങ്ങൾ നടക്കുന്ന സ്പീഡ് എങ്ങനെയാണോ ആ സ്പീഡിനെ നമ്മൾ ആശ്രയിച്ചിരിക്കും നമ്മളുടെ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നടക്കുന്ന സ്പീഡ്, നമ്മൾ കാഷ്വലായിട്ട് നടക്കുന്നു, അതാണെങ്കിൽ നമുക്ക് വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ബേണിങ് കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ സ്പീഡിൽ നടക്കുന്നു, നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നു, ആ ഒരു സമയത്ത് നമുക്ക് ബേണിങ് ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസ് സ്പീഡ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ വെയിറ്റ് ലോസിനോ അല്ലെങ്കിൽ മറ്റ് ആരോഗ്യപരമായ നേട്ടങ്ങൾക്കും നമ്മൾ ചെയ്യുന്ന സ്പീഡ് ഒരു കാരണമാണ്. അപ്പം ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതും ഒരു പ്രധാനമായിട്ടുള്ള കർത്തവ്യമാണ്. പിന്നെ അപ്പോൾ പലർക്കും ചോദിക്കാറുണ്ട്, എക്സസൈസ് എന്ന് പറയുന്നത് നടക്കുന്നത് മാത്രം, ഓടുന്നത് മാത്രമാണോ? യോഗ ഒരു എക്സസൈസ് അല്ലേ? എല്ലാം എക്സസൈസാണ്. നമുക്ക് നേരത്തെ ആദ്യമേ പറഞ്ഞതുപോലെ നമുക്ക് ചൂസ് ചെയ്യാം നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് എന്താണ് ആവശ്യമെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഏത് രീതിയിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് നമുക്ക് ആവശ്യം, നമ്മളെ ബോഡിക്ക് എന്താണ് ഹെൽത്തി, നമ്മുടെ മൈൻഡിന് ഏതാണ് നമുക്ക് സാറ്റിസ്ഫിക്കേഷൻ തരുന്നത്, അപ്പോൾ അത് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, ജിമ്മിൽ പോകുന്നത് കൊണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാം നമ്മുടെ ഇഷ്ടം, നമ്മുടെ ബോഡി എങ്ങനെയാണോ റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ സ്ഥിതി എന്താണോ അതനുസരിച്ച് ചെയ്യാം. പ്രായമായവർക്ക് ചോദിക്കാറുണ്ട്, നമുക്ക് ഒരുപാട് പ്രായമായി, എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ ഞാൻ എന്ത് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യും? നമുക്ക് ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റിയ വ്യായാമ മുറകൾ ചെയ്യാം, ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന യോഗ ചെയ്യാം, നമുക്ക് ചെയർ യോഗാസ് ഉണ്ട് അത് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രീത്തിങ് എക്സസൈസസ് ചെയ്യാം. ഇതുമെല്ലാം നമ്മുടെ ആക്ടിവിറ്റീസിൽ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. എക്സസൈസിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇനി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവർക്ക് TV, മൊബൈൽ എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ നിന്ന് മാറി അവർക്ക് എന്തെങ്കിലുമൊക്കെ ശരീരത്തിന് വ്യായാമം കിട്ടുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുക. അത് വളരെയധികം അനിവാര്യമാണ്. അതിനകത്ത് അവർക്ക് സ്വിമ്മിങ് കൊടുക്കാം, അവർക്ക് നമുക്ക് സൈക്ലിംഗ് കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള മറ്റ് ഡാൻസിങ്ങോ പോലുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒരു വ്യക്തിയുടെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനും അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ മാറ്റാനും നമുക്ക് ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാണ്ടിരിക്കാനും അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടാനും നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്യാനും എല്ലാം വ്യായാമത്തിന് അതിൻ്റേതായ ഒരു പങ്കുണ്ട്. വ്യായാമം ചെയ്യാനായിട്ട് ദിവസേന ഒരു ½ hour കണ്ടെത്താനായിട്ട് ശ്രമിക്കുക.